തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ സൈബർ ആക്രമണവും വിമർശനങ്ങളും ഇപ്പോഴും തുടരുകയാണ്. ഇഷ്ടമില്ലാത്ത തച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്നത് പോലെയാണ്. തലസ്ഥാനത്തെ ജനം മലിനജലത്തിൽ കിടക്കുമ്പോൾ പാർട്ടി പ്രവർത്തനം നടത്തുന്നുവെന്ന വിമർശനമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. അതിന് ചുട്ട മറുപടിയുമായി മേയർ തന്നെ രംഗത്തെത്തി. പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് തന്നെയാണ് ജനപ്രതിനിധിയായതെന്നും ഒരു ജനപ്രതിനിധി ജനങ്ങളോട് ഉത്തരവാദിത്തം കാണിക്കേണ്ട ആളാണെന്ന് തനിക്ക് നല്ല ധാരണയുണ്ടെന്നുമാണ് ആര്യ രാജേന്ദ്രൻ തുറന്നടിച്ചത്. മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട ഇടുക്കി വട്ടവട സ്വദേശി അഭിമന്യുവിൻ്റെ അമ്മയെ കാണാൻ പോയതിനെപ്പറ്റി മേയർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. തൻ്റെ കുട്ടിയും അഭിമന്യുവിൻ്റെ അമ്മയും ഒപ്പമുള്ളൊരു ചിത്രമായിരുന്നു മേയർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. അതിന് താഴെയാണ് ഒരാൾ ആര്യയെ വിമർശിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്തത്. തലസ്ഥാനത്തെ ജനം മലിനജലത്തിൽ കിടക്കുമ്പോൾ പാർട്ടി പ്രവർത്തനം നടത്തുന്ന മേയർ വാങ്ങുന്ന ശമ്പളത്തിന് പാർട്ടിയോട് മാത്രം നന്ദി, ജനങ്ങളോടൊരു ബാധ്യതയുമില്ല എന്നായിരുന്നു കമൻറ്റ്. ഈ കമൻറ്റിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പലരും രംഗത്ത് വന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടാണ് മേയർ മറുപടിയുമായി രംഗത്ത് വന്നത്. വിമർശനം നല്ലതാണെന്നും എന്നാൽ വിമർശനം ഉന്നയിക്കുമ്പോൾ ഫേക്ക് പ്രൊഫൈൽ ഒഴിവാക്കണമെന്നും മേയർ ഫേസ്ബുക്കിൽ കുറിച്ചു. മേയറുടെ വാക്കുകൾ, അതായത് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പ് ഒന്ന് കേൾക്കാം. പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് തന്നെയാണ് ജനപ്രതിനിധിയായത്. ഒരു ജനപ്രതിനിധി ജനങ്ങളോട് ഉത്തരവാദിത്വം കാണിക്കേണ്ട ആളാണെന്ന് എനിക്ക് നല്ല ധാരണയുണ്ട് സഹോദര. അതുകൊണ്ടാണ് സിസേറിയൻ കഴിഞ്ഞ് 6-ാം ദിവസം ഞാൻ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ട നഗരസഭയുടെ ഫയലുകൾ കൃത്യമായി നോക്കിയത്. അതുകൊണ്ടാണ് ഞാൻ പ്രസവാനന്തരം 15-ാം ദിവസം മുതൽ പൊതുപരിപാടിക്ക് വന്നു തുടങ്ങിയത്. തിരുവനന്തപുരം നഗരസഭ തുടർച്ചയായി മികച്ച നഗരസഭയ്ക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് വാങ്ങുന്നത്, കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം വാങ്ങുന്നത്, കേരളത്തിൽ സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ വീട് നൽകിയ നഗരസഭയായത്, സ്മാർട്ട് സിറ്റി 2-ാം ഘട്ടത്തിലേക്ക് ഈ നഗരത്തെ കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുത്തത്. അങ്ങനെ ഒന്നാമതായി തന്നെ മുന്നേറുന്നത് സഹിക്കാത്തവർ ഓരോന്ന് പറയുമ്പോൾ പേടിക്കാനോ വിഷമിക്കാനോ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. ജനങ്ങളെ ചേർത്തുപിടിക്കാൻ എനിക്ക് നന്നായി അറിയാമെന്ന് എൻ്റെ നഗരത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കറിയാം. വിമർശനം നല്ലതാണ്. ആ വിമർശനം ഉന്നയിക്കുമ്പോൾ ഫേക്ക് പ്രൊഫൈൽ ഒഴിവാക്കാൻ ശ്രമിക്കുമല്ലോ. കേട്ടല്ലോ, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് ആര്യ രാജേന്ദ്രൻ. തിരുവനന്തപുരം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ പാലുകൂടി മാറാത്ത മേയറൂട്ടി എന്നും പറഞ്ഞാണ് വിമർശകർ സ്വീകരിച്ചത്. നമ്മളതെല്ലാം കാണിയും കേൾക്കുകയും ചെയ്തത്. അതിലൊന്നും ആര്യ രാജേന്ദ്രൻ തളർന്നില്ല. ഓരോ വിമർശനങ്ങൾ വന്നപ്പോഴും കൂടുതൽ കരുത്തോടെയാണ് അതിനെ നേരിട്ടത്. പതറിയില്ല, പകച്ചില്ല. തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനങ്ങൾ കട്ടയ്ക്ക് കൂടെ നിന്ന് പണിയെടുത്തു. ഒരിക്കലും പേടിച്ചോ ഭയന്നോ മാറി നിന്നിട്ടില്ല. തീയിൽ കുരുത്തതാ വെയിലത്ത് വാടില്ലെന്ന് പറയുന്നത് പോലെ ഈ ഓലപ്പാമ്പ് കണ്ടാലൊന്നും പേടിക്കില്ല. വിമർശനങ്ങൾ വേണം, ആരോഗ്യകരമായ വിമർശനങ്ങൾ വേണം. അതുണ്ടെങ്കിലേ ജനവികാരം മനസ്സിലാക്കാൻ പറ്റൂ. മേയർ ആര്യ രാജേന്ദ്രൻ ഒരു ബിഗ് സല്യൂട്ട്.